നമ്മുടെ നാട്ടിലെ പലരെയും പ്രൊപ്പോസൽ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സിറ്റി റൈറ്റ്സ് എന്നൊരു സിനിമ, അതിലെ സൗബിൻ ചെയ്ത ഒരു കഥാപാത്രം തൻ്റെ അമ്മാവൻ്റെ മോളെ പ്രേമ എന്ന പേരിൽ നിരന്തരം പുറകെ നടക്കുകയാണ്. പക്ഷേ പെണ്ണിന് തിരിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ, എനിക്ക് തന്നോട് യാതൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇയാള് ഈ പെണ്ണിന്റെ മുഖത്ത് മനഃപൂർവ്വം പാടുവരെ വരുത്തുന്നുണ്ട്. ഇത് കേട്ടിട്ട് പെണ്ണിന്റെ സ്വന്തം അമ്മ കൈയടിക്കുകയാണ്. എന്റെ അടുത്ത് അവളുടെ കളി ഞാൻ എടുത്ത് പറഞ്ഞു, നീ അങ്ങോട്ട് റോങ് ഫേസിനെ ചെയ്തോളാൻ പറഞ്ഞു. അത് ചെയ്തോണ്ട് കറുത്ത മാർക്കൊക്കെ വരാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഈ പാട് മാറ്റാൻ ഇയാളുടെ ബ്യൂട്ടി പാർലർ വരും. അത് കഴിഞ്ഞ് പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഇവരുടെ അനുവാദം കൂടാതെ തന്നെ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നു. എന്താ ഇത്? ആ ഇതാണ്, ഇതിനെ ഫേസ് ഒക്കെ വെച്ച് ഹെയർ സ്റ്റൈൽ നോക്കിയാണ്. നല്ലതല്ലേ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതും കഴിഞ്ഞ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. ഇരിക്കേ കാര്യത്തില് കാപ്പിയാണോ ചായയാണോ? എന്തായാലും മതി. ഇതെന്റെ കസിനാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഒക്കെ ഉള്ള. ബാർബർ ഷോപ്പ് അല്ല, ബ്യൂട്ടി പാർലർ. പുതിയതാ, നല്ല ഫേമസാ. അതെ, നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. പിന്നെന്താ, നമ്മള് ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളല്ലേ. പിന്നെ ഞാൻ കുറെ നാളായിട്ട് പറയുന്ന കാര്യമാ, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ വന്ന്. എന്നെ അങ്ങനെ തന്നെ കണ്ടൂടെ? ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ പെങ്ങളാ. പെങ്ങമാരെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമല്ലേ. ഇത് കേട്ടതും തിരിച്ച് കുറേ ഇൻസൾട്ട്. നീ ആരാകും നിന്റെ വിചാരം? നീ എന്തിനാണ് ഈ ചാർണത്? ഈ ഇരിക്കുന്ന ഇവരെ അത്ര പോലും ഭംഗിയില്ല എനിക്ക് അറിയോ? അതെ, ഇവളുടെ അപ്പനും എന്റെ അപ്പനും ചെറുപ്പത്തിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് മനസ്സിൽ കയറി പോയത്. പിന്നെ ചെറുപ്പം മുതൽ ഈ മുഖം നോക്കി നടക്കുന്നോണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അതെ, 750 രൂപയാണ് ഫേഷ്യലിന്റെ, ഇത് 500 ഉള്ളൂ, ബാക്കി 250 രൂപ എടുക്ക്. ഈ ഇൻസൾട്ടിങ് ഒക്കെ ശേഷവും വീണ്ടും പുറകെ നടക്കും. ഒരാളുടെ പ്രൊഫഷനെ കളിയാക്കുന്നത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല. അത് ഒഴിച്ചു നിർത്തിയാൽ അവർ പറഞ്ഞതിൽ ഒരു തെറ്റും തോന്നിയില്ല. ഒരു വ്യക്തി പലതവണ പ്രപ്പോസലിനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യുവൻലി താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. അഹങ്കാരം കൊണ്ടല്ല ആളുകൾ നോ പറയുന്നത്. മുടിഞ്ഞു ചാടുന്ന അവൾക്ക് ഒരു വിലയില്ല. പിള്ളേർ 4 അക്ഷരം പഠിച്ചാലും വലിയ കുഴപ്പമാണ്. മെയിൽ ഈഗോ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുത്ത് സൗബിന്റെ കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ പ്രത്യേകം എടുത്തു പറയുന്നത്. പ്രേക്ഷകരുടെ മനോഭാവത്തെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സിനിമയല്ല.